ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. പഴയ ജീൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ബേബി ട്രൗസർ സ്റ്റിച്ച് ചെയ്യാമെന്ന വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ആദ്യം നമ്മുടെ കയ്യിലുള്ള പഴയ ജീൻസോ പാൻറ്റോ എന്തായാലും അത് എടുത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇനി ഒരളവിനുള്ള ട്രൗസർ എടുത്ത് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് ഈ ജീൻസിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതേ അളവിൽ നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വരച്ചു കൊടുക്കുമ്പോൾ മുകളിലേക്ക് ഒരു 2 ഇഞ്ചും സൈഡിലൊക്കെ 1 ഇഞ്ചും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഇനി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ആ ബെൽ ബട്ടണില്ലേ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കൊന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാ കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി ഇത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നല്ല വശത്തോട് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ മുകൾ വശത്തുള്ള 2 സൈഡും ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിവശത്ത് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. ഇങ്ങനെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. 2 പാർട്ടും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 അടിവശവും ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം. എന്നിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡൊന്ന് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. റെഡിമെയ്ഡിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 സൈഡിലും ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ആ സൈഡിൽ ചെയ്ത പോലെ തന്നെ ഇവിടെയും 2 ഡബിൾ സ്റ്റിച്ച് താഴത്ത് വരെ കൊടുക്കണം. ഇനി വേസ്റ്റിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു 1 ഇഞ്ച് വിഡ്ത്തിൽ വേണം ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇലാസ്റ്റിക് കടത്തി കൊടുക്കാനുണ്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതിലൂടെ വേണം നമുക്ക് ഇലാസ്റ്റിക് കടത്തി കൊടുക്കാൻ. ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഇഞ്ച് വിഡ്ത്തുള്ളൊരു ഇലാസ്റ്റിക്കാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഹിപ്പിൻ്റെ ഹാഫ് വിഡ്ത്തിനേക്കാളും ഒരു ജസ്റ്റ് 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് അതൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇവിടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഇലാസ്റ്റിക്കിൻ്റെ ഒരറ്റത്ത് ഒരു പിൻ കുത്തി കൊടുക്കാം. എന്നിട്ട് ഇലാസ്റ്റിക് ഈ ഗ്യാപ്പിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇതിലൂടെ കടത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക്കിൻ്റെ 2 അറ്റവും കൂടി ഒന്ന് കൂട്ടി തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഗ്യാപ്പും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഗ്യാപ്പ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ട്രൗസറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ട്രൗസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.